ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞേ? അതെ, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ പാലിൽ ഇങ്ങനെ കാച്ചിയിട്ട് പാട ഇങ്ങനെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൗള് കണ്ടോ, ഈ ഒരു ബൗളിൽ ഇത്രയും പാട ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഫുള്ള് നിറച്ചിട്ട് എടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിതാ ഇപ്പം നെയ്യുരുക്കി എടുക്കാൻ പോവാണ്. അപ്പം നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ജാറിലേക്ക് ഇതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. കാര്യം നമ്മൾ മൊത്തത്തിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്രീമി ടെക്സ്ചർ പോലെ വരും. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ ഈ ബട്ടർ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു പകുതി ഭാഗം ജാറിലേക്കിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിക്കുന്നത്. തണുത്ത വെള്ളം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അടിച്ച് നോക്കിയപ്പോഴത്തേന് എനിക്ക് വെള്ളം ഒരിത്തിരി കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കേശു നല്ല ഉത്സാഹത്തോടു കൂടി എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംശയങ്ങളൊക്കെ ചോദിച്ച് കൂടെ തന്നെ ഇരിക്കുകയാണ് ആൾ. അങ്ങനെ അതേ നമ്മൾ അടിച്ച് ഒരു വട്ടവും കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഇത് മാറ്റുവാണ്. കേശു വീട്ടിൽ വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഗൈസ്, ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ ബട്ടറൊക്കെ തെളിഞ്ഞ് മേളോട്ട് വന്ന് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ? ഇനി നമ്മൾ അടുത്ത പകുതി ജാറിലേക്ക് ഇടാൻ പോവാണ്. അടുത്ത പകുതിയും കൂടെ ഇട്ട് വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുള്ള് പാൽപ്പാടയും അടിച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതുപോലെ ജാറിലും സ്പൂണിലും ഒക്കെ പറ്റി കുറച്ച് ബട്ടറൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എന്നാലും മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ തെളിഞ്ഞ് വന്ന ബട്ടറെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ടേ. അപ്പോൾ ബാക്കി ഭാഗം ഇങ്ങനെ വെള്ളം പോലെ പാലും ഒക്കെ ആയിട്ട് പാൽ കളറിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ ഈ തെളിഞ്ഞ് വന്ന ബട്ടർ ഇങ്ങനെ ഓരോ ഉരുളയാക്കി മാക്സിമം വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കുറച്ച് പണിയൊക്കെ ഉള്ള കാര്യമാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല ഫ്രഷായിട്ടൊക്കെ എടുക്കാമല്ലോ നമ്മുടെ വീട്ടിലേക്ക് നെയ്യൊക്കെ. എന്നിട്ട് നമ്മളിത് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു 2-3 വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുക്കണേ. കഴുകിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഇതിൻ്റെ ഈ പാലിൻ്റെ ആ ഒരു അംശം വിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ എടുത്തപ്പോൾ കണ്ടായിരുന്നല്ലോ ഇങ്ങനെ നല്ല പാൽ കളറിലിരിക്കുമായിരുന്നു ഈ വെള്ളം. ഇപ്പം നമ്മൾ ഒരു വട്ടം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്തപ്പം ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, കുറച്ചും കൂടി ആ കളറൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കഴുകിയെടുത്ത് ഇപ്പോൾ വീണ്ടും ഒരു വെള്ളത്തിലും കൂടി ഇതൊന്ന് കഴുകി എടുക്കണം. ഇപ്പോൾ ആ വെള്ളം കണ്ടോ കുറച്ചും കൂടി നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകി വെണ്ണ നമ്മൾ മാറ്റിയെടുക്കുവാണേ. വെള്ളത്തിൻ്റെ അംശം മാക്സിമം കളയാനായിട്ട് നോക്കണം. കയ്യിലിങ്ങനെ ഉരുട്ടി ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ആക്കുമ്പോഴത്തേന് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. പിന്നെ നമ്മൾ അതേ ഉരുളി തന്നെയാണ് കഴുകി എടുത്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം പാത്രമൊന്നും അധികം വൃത്തികേടാക്കാതെ നോക്കുകയാണ്. വീണ്ടും നമ്മൾ തന്നെ വേണ്ട ഇതെല്ലാം കഴുകിയൊക്കെ വെക്കാൻ. അപ്പോൾ നമ്മൾ ആ ഉരുളിയിലേക്ക് നമ്മളെടുത്ത ബട്ടർ ഓരോ ഉരുളയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുമ്പോഴത്തേനും നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ എന്നിങ്ങനെ സൗണ്ടൊക്കെ കേട്ട് നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ ഇത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണാവോ ഞാൻ പറയുന്നത്. ഞാൻ കിച്ചുവിനെ കൊണ്ടുവന്ന് ഗൗരി ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. അവൾക്കാണെങ്കിൽ എക്സാമും ഉണ്ട്, അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. പെട്ടെന്ന് എനിക്ക് വോയിസൊക്കെ കൊടുത്ത് തീർക്കണം. അങ്ങനെ ദേ ഈ പരുവമൊക്കെ എത്തി കേട്ടോ. ഇപ്പം ഈ ഒരു പരുവം എത്തിയപ്പോഴത്തേനും ഞാനൊന്ന് ടെൻഷനായി, ഇതെന്താ ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരുന്നതെന്നുള്ളത്. പിന്നെ കുഴപ്പമില്ല, കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും നെയ്യൊക്കെ ഉരുകി മുകളിൽ വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഹാപ്പിയായി കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് കൊടുക്കുക, നമുക്ക് വിശ്വസിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. പ്യുവറാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു തൃപ്തിയാണല്ലോ. അങ്ങനെ ഇതേ ഈ പരുവമായിട്ടാണ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ബോട്ടിലിലേക്ക് മാറ്റുവാണ്. നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഫൈനൽ ലുക്ക് ഇതാട്ടോ.